സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം ശൂർപ്പണഖ വിലാപം മുതൽ ജടായു ഗതി വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ശൂർപ്പണഖ നടന്ന വിവരങ്ങൾ രാവണനെ അറിയിക്കാൻ പുറപ്പെട്ടു. കരിമ്പാറ പോലെ ചോരയൊലിച്ച് മുന്നിൽ കിടക്കുന്ന സഹോദരിയോട് രാവണൻ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ വൈരൂപ്യമുണ്ടാവാൻ എന്താണ് കാരണം? ഇന്ദ്രനോ വരുണനോ കുബേരനോ ആരാണ് ഇത് ചെയ്തത്? ഈ അരുതായ്മ ചെയ്ത ആളെ ഞാൻ തീർച്ചയായും അവസാനിപ്പിക്കും. സത്യം പറയൂ. ഇത് കേട്ട് ശൂർപ്പണഖ പറഞ്ഞു, മൂഢനും പ്രമത്തനും പാനസക്തനും സ്ത്രീജിതനുമായ അങ്ങ് എന്തറിയുന്നു? നിന്നെ രാജാവെന്ന് പറയുന്നത് വെറുതെയാണ്. ചാരുചക്ഷുസ്സും വിചാരവുമില്ല. നാരീസേവ ചെയ്ത് കാലം കഴിക്കുന്നു. കരദൂഷണാദികൾ 14,000 രാക്ഷസന്മാരോടൊപ്പം രാമബാണമേറ്റ് നശിച്ചത് കേട്ടില്ലേ? രാവണൻ ചോദിച്ചു. ആരാണ് ഈ രാമൻ? എന്തിനാണ് അവൻ കൊല്ലുന്നത്? ഞാനവനെ കാലപുരിക്ക് അയക്കുന്നുണ്ട്. ശൂർപ്പണഖ, ഞാനൊരു ദിവസം ജനസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് കാനനത്തിൽ ഗൗതമി നദിയുടെ തീരത്തെത്തി. അവിടെ രാമനെ കണ്ടു. ജടാവൽക്കലധാരിയായി തേജസ്സോടെ സീതയോടും ലക്ഷ്മണനോടും കൂടിയിരിക്കുന്ന രാമൻ്റെ അടുത്ത് ഞാൻ ചെന്നു. രാമൻ്റെ മടിയിലിരിക്കുന്ന സീതയെ കണ്ടു. ഇത്തരത്തിലുള്ള സ്ത്രീയെ ഭൂമിയിലോ ദേവഗന്ധർവന്മാരിലോ കാണാൻ കഴിയില്ല. ഇന്ദ്രാണിയും ലക്ഷ്മീദേവിയും അപ്സര സ്ത്രീകളും ഇവളെ കണ്ടാൽ നാണം പൂണ്ടു വിളിക്കും. കാമദേവന് പോലും അവൾ ദേവതയാണ്. അവളുടെ ഭർത്താവ് ലോകത്തിന് അധിപതിയാകും എന്നതിൽ ഒട്ടും സംശയമില്ല. നിന്റെ പത്നിയായിരിക്കാൻ അവൾ നല്ലതാണ് എന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുപോരാൻ പുറപ്പെട്ടതാണ്. അപ്പോൾ രാഘവൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ എൻ്റെ കാതും മൂക്കും മുലയും മുറിച്ചു കളഞ്ഞു. ഈ കാര്യം ഞാൻ ഖരനെ അറിയിച്ചു. രാക്ഷസസേനയുമായി അവൻ രാമനെ എതിരിട്ടു. 3.25 നാഴിക കൊണ്ട് രാമൻ എല്ലാവരെയും നശിപ്പിച്ചു. പിണങ്ങിയാൽ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തി അവനുണ്ട്. സുന്ദരിയായ സീതയെ കിട്ടിയാൽ നിന്റെ ജന്മം സഫലമാകും. അതിനുവേണ്ടിയുള്ള പരിശ്രമം ചെയ്താലും. സീത മടിയിലുള്ളത് കൊണ്ടാണ് രാമൻ ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നത്. രാമനോട് എതിരിടാൻ ശ്രീ പരമേശ്വരന് പോലും ശക്തി പോരാ. എതിർക്കുമ്പോൾ നേരെ നിൽക്കരുത്. രാമലക്ഷ്മണന്മാരെ മായയിൽ ഭ്രമിപ്പിച്ച് സുന്ദരിയെ കൊണ്ടുപോരാനേ കഴിയൂ. സോദരിയുടെ വാക്കുകൾ കേട്ടിട്ട് രാവണൻ അവളെ ആശ്വസിപ്പിച്ചു. മണിയറയിലെത്തിയ രാവണന് ഉറക്കം വന്നില്ല. യുദ്ധവൈദഗ്ധ്യം നിറഞ്ഞ സഹോദരന്മാരെയും 14,000 സൈന്യങ്ങളെയും 3.25 നാഴിക കൊണ്ട് നശിപ്പിച്ചത് അത്ഭുതം തന്നെ. രാമൻ മനുഷ്യനല്ല. ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ എന്നെ വധിക്കാൻ വന്നിരിക്കുകയാണ് എങ്കിൽ എനിക്ക് വേഗം വിഷ്ണുലോകം പോകാം. അല്ലെങ്കിൽ എന്നും രാക്ഷസ രാജാവായി വാഴാം. രാമനോട് യുദ്ധം ചെയ്യാൻ പഠിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ച് ആനന്ദിച്ചു. രാവണൻ തൻ്റെ പൂർവ്വകഥ ഓർത്തു. ഭക്തി കൊണ്ട് രാമൻ എന്നിൽ പ്രസാദിക്കില്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് തന്നെ സമീപിക്കാം. ഇനി രാവണ മാരീച സംവാദം. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് രാവണൻ രാത്രി കഴിച്ചുകൂട്ടി. സൂര്യനുദിച്ചപ്പോൾ കടലിൻ്റെ മറുകരയിൽ താമസിക്കുന്ന മാരീചൻ്റെ അടുത്തേക്ക് തേരിൽ പുറപ്പെട്ടു. രാമനാമവും ജപിച്ച് ജടാവൽക്കലധാരിയായിരിക്കുന്ന മാരീചൻ രാവണനെ കണ്ട് തെല്ലൊന്ന് അമ്പരന്നു. ആശ്ലേഷിച്ച് പൂജിച്ച് ആദരിച്ച് ചോദിച്ചു, അങ്ങ് എന്താണ് ഒറ്റയ്ക്ക് വന്നത്? അങ്ങയ്ക്ക് എന്തോ പ്രയാസമുള്ളതുപോലെ തോന്നുന്നു. രഹസ്യമല്ലെങ്കിൽ അങ്ങയ്ക്ക് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന എന്നോട് പറഞ്ഞാലും. പാപമില്ലാത്ത കാര്യമാണെങ്കിൽ ചെയ്യാൻ എനിക്ക് മടിയില്ല. മാരീചൻ്റെ വാക്ക് കേട്ട് രാവണൻ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ സഹായിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. ലോകാധിപനായ ദശരഥ മഹാരാജാവിന് രാമനെന്നും ലക്ഷ്മണനെന്നും പേരായി 2 പുത്രന്മാരുണ്ട്. സുന്ദരിയായൊരു സ്ത്രീയോടുകൂടി അവർ ദണ്ഡകാരണ്യത്തിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവർ എൻ്റെ സഹോദരിയുടെ മൂക്കും ചെവിയും മുലയും മുറിച്ചു. ഇത് കേട്ട് ചെന്ന ഖരാദികളെ ഒറ്റയ്ക്ക് 3.25 നാഴിക കൊണ്ട് കൊന്നൊടുക്കി. അവൻ്റെ പ്രിയ പത്നിയെ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോരാം. നീ ഒരു സ്വർണ്ണമാനായി ചെന്ന് കാമിനിയായ സീതയെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ ദൂരത്താക്കിയാൽ സീതയെ ഞാൻ കൊണ്ടുപോരാം. നീ സഹായിച്ചാൽ എൻ്റെ മനോരഥം സാധിക്കും എന്നതിൽ സംശയമില്ല. ദശാനന വാക്യം കേട്ട് ഭയം പൂണ്ട മാരീചൻ ഇങ്ങനെ പറഞ്ഞു, കുലം മുടിക്കുന്ന ഈ കാര്യം നിന്നോട് ഉപദേശിച്ചത് ആരായാലും അവൻ നിന്റെ ശത്രുവാണ്. നിന്റെ നാശം വരുത്താൻ അവസരം പാർത്തിരിക്കുന്ന ശത്രു. നിനക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ പറയുന്നു, ഇത്തൊഴിൽ നിനക്ക് പറ്റിയതല്ല. രാമനോടുള്ള പേടി കൊണ്ട് രാജാവ്, രത്നം, രമണി, രഥം തുടങ്ങിയ പദങ്ങൾ കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ്. നീ രാക്ഷസ വംശം പരിപാലിച്ചുകൊള്ളൂ. രാമൻ നാരായണൻ തന്നെയാണ്. ഞാനതിൻ്റെ പരമാർത്ഥം അറിഞ്ഞവനാണ്. നീ കേട്ടാലും. നാരദമുനിയും മറ്റും പറഞ്ഞ ഓരോ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രഹ്മാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് വിഷ്ണു
ഞാൻ വേണ്ടതെന്താണ് എന്ന് ചോദിച്ചു. അങ്ങ് തന്നെ മനുഷ്യവേഷം ധരിച്ച് ഒട്ടും വൈകാതെ രാവണനെ കൊല്ലണം എന്ന് പറഞ്ഞ് ദേവതാപസന്മാർക്ക് മംഗളം വരുത്താനായി വിഷ്ണു അപേക്ഷ സ്വീകരിച്ചു. രാമൻ സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്ന് മനസ്സിലാക്കി ഭക്തിപൂർവ്വം സേവിച്ചാലും തിരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് ശ്രീരാമനെ ഭജിച്ചു കഴിഞ്ഞാലും അദ്ദേഹം പരമകാരുണികനും ഭക്തവത്സലനും ഭജനീയനും ആണ്. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. സത്യമനുസരിച്ച് എന്നെ കൊല്ലാൻ ക്ഷമിക്കുന്നത് ഭഗവാനാണ് എങ്കിൽ അതങ്ങനെ അല്ലാതാക്കാൻ ആർക്കാണ് കഴിയുക? നിന്റെ അറിവില്ലായ്മയെക്കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ ഒന്നുകൊണ്ടും അടങ്ങിയിരിക്കയില്ല. സീതയെ കൊണ്ടുപോരുക തന്നെ വേണം. എഴുന്നേൽക്കൂ. പൊന്മാനായി വേഷം മാറി രാമലക്ഷ്മണന്മാരെ ദൂരെയാക്കിയാലും അപ്പോൾ ഞാൻ സീതയെ തേരിലേറ്റി കൊണ്ടുപോരാം. എന്നിട്ട് നീ സുഖമായി വാണാലും. ഇനി മറുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നീ എൻ്റെ വാളിന് ഇരയായിത്തീരും. ഇത് കേട്ട് മാരീചൻ വിചാരിച്ചു, ദുഷ്ടൻ്റെ ആയുധമേറ്റ് മരിച്ചാൽ നരകത്തിൽ പോകണം. രാമബാണമേറ്റാണ് മരിക്കുന്നതെങ്കിൽ മോക്ഷം കിട്ടും. മാരീചൻ ഉടനെ പുറപ്പെടാൻ തയ്യാറായി. രാമനാമം ജപിച്ച് വിചിത്രമായ സ്വർണ്ണനിറമുള്ള മാനായി മാറി. ദശമുഖൻ കാമപരവശനായി തേരിൽ കയറി സീതയെ ധ്യാനിച്ച് കാമം കൊണ്ട് അന്ധനായി തീർന്നു. വെള്ളി കൊണ്ടുള്ള മനോഹരമായ പുള്ളികളും നീലക്കല്ലുകൊണ്ടുള്ള കണ്ണുകളും ഉള്ള മാൻ മുഗ്ധമായ ഭാവത്തോടെ കളിച്ച് കാട്ടിലൂടെ നടന്നു. തുള്ളിച്ചാടിയും സ്നേഹത്തോടെ നോക്കിയും രാമാശ്രമത്തിന് സമീപത്ത് സഞ്ചരിച്ചു. സീതാദേവി മാനിനെ കണ്ടു വിസ്മയം പൂണ്ടു. ഇത് രാവണന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയ രാമൻ സീതയോട് പറഞ്ഞു, രാവണൻ നിന്നെ കൊണ്ടുപോകാൻ വിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ വരും. നീ മായാസീതയെ ഇവിടെ നിർത്തി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം. രാവണവധം കഴിയുന്നതുവരെ ഒട്ടും ആശങ്കയില്ലാതെ കഴിയണം. രാമവചനങ്ങൾ കേട്ട് സീത മായാസീതയെ പർണശാലയിലാക്കി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരുന്നു. ഇനി മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീത രാമനോട് അരുൾ ചെയ്തു, രത്നഭൂഷിതമായ ചിത്രമൃഗത്തെ കണ്ടോ? പേടികൂടാതെ ഇണക്കത്തോടെ അത് എത്ര അടുത്ത് വരുന്നു. അതിനെ പിടിച്ച് കളിപ്പിക്കാൻ തോന്നുന്നു. വിളിച്ചു നോക്കൂ, വേഗം പിടിച്ചു കൊണ്ടുവരൂ. മൈഥിലിയുടെ വാക്യം കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കാട്ടിൽ നിറയെ രാക്ഷസന്മാരുണ്ട്. സീതയെ പേടികൂടാതെ സംരക്ഷിച്ചു കൊള്ളണം. അമ്പും വില്ലും എടുത്ത് മൃഗത്തെ പിടിക്കാൻ രാമൻ തിരിച്ചു. അടുത്ത് ചെല്ലുമ്പോൾ ദൂരേക്ക് ഓടിയും അടുത്തല്ല എന്ന് വരുമ്പോൾ പതുക്കെ അടുത്തേക്ക് നീങ്ങിയും കുറേ നേരം കഴിച്ചു. പിടികിട്ടില്ല എന്ന് തോന്നിയപ്പോൾ രാമൻ ഒരു അസ്ത്രമയച്ചു. അമ്പ് ശരീരത്തിൽ തറച്ച മാൻ രാക്ഷസവേഷത്തിൽ ഒരു മല പോലെ മറിഞ്ഞു വീണു. ലക്ഷ്മണൻ പറഞ്ഞു, സത്യമാണ്, ഇത് മാരീചൻ തന്നെ എന്ന് രാമൻ ഓർത്തു. ബാണമേറ്റ് നിലത്തു വീണ മാരീചൻ, ഹാ ലക്ഷ്മണ സഹോദര രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു. ദയനീയമായ ശബ്ദം കേട്ട് സീത ലക്ഷ്മണനോട്, നീ വേഗം ചെല്ലൂ, രാക്ഷസന്മാർ കൊല്ലും മുമ്പേ രാമനെ രക്ഷിക്കണം എന്ന് യാചിച്ചു. അത് കേട്ട് ലക്ഷ്മണൻ ജാനകിയോട് പറഞ്ഞു, ഭാര്യയെ ദുഃഖിക്കാതെ കേൾക്കണം. മാരീചനാണ് പൊന്മാനായി വന്നത്. കള്ളനായ അവൻ തന്നെയാണ് നിലവിളിച്ചത്. ഞാൻ ഇവിടെ നിന്ന് മാറിയാൽ ദേവിയെയും കൊണ്ട് രാവണന് പോകാമല്ലോ. ദശമുഖൻ്റെ ഉപായങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. രാമനെ ജയിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. രാമൻ ആർത്തനാദം പുറപ്പെടുവിക്കുകയുമില്ല. ഇതൊക്കെ രാക്ഷസന്മാരുടെ മായയാണ്. രാമൻ കോപിച്ചാൽ അരക്ഷണം മതി ലോകം മുഴുവൻ മുടിക്കാൻ. അങ്ങനെയുള്ള രാമൻ്റെ മുഖാംബുജത്തിൽ നിന്ന് ദീനതയാർന്ന ശബ്ദം എങ്ങനെ പൊങ്ങും? ഇത് കേട്ട് കണ്ണീർ തൂകിക്കൊണ്ട് ദുഃഖവും കോപവും കലർന്ന് ലക്ഷ്മണനെ നോക്കി സീത പറഞ്ഞു, തീർച്ചയായും നീ ജനിച്ചത് രാക്ഷസവംശത്തിലാണ്. സഹോദരനാശമാണ് നീ പ്രതീക്ഷിക്കുന്നത്. രാമൻ്റെ നാശം പ്രതീക്ഷിക്കുന്ന ഭരതൻ്റെ ആഗ്രഹം സാധിക്കാൻ അവൻ്റെ നിയോഗമനുസരിച്ചാണ് നീ കൂടെ പോന്നത്. രാമന് നാശം സംഭവിച്ചാൽ എന്നെയും കൊണ്ട് അങ്ങ് ചെല്ലാമല്ലോ. നിനക്കൊരിക്കലും എന്നെ കിട്ടില്ല. ഞാൻ എൻ്റെ ജീവൻ ഇന്ന് അവസാനിപ്പിക്കും. ഭാര്യയെ അപഹരിക്കാനുള്ള നിന്റെ മനസ്സ് രാമൻ ഒരിക്കലും കണ്ടില്ല. രാമനെ ഒഴികെ ഞാൻ ആരെയും തൊടുക പോലുമില്ല. രാമവാദങ്ങൾ സാക്ഷി. ഇത് കേട്ട് ചെവി പൊത്തി ലക്ഷ്മണൻ പറഞ്ഞു, നിന്റെ നാശം അടുത്തിരിക്കുന്നു. ഞാൻ വിചാരിച്ചാൽ പോലും അത് മാറ്റാൻ കഴിയില്ല. നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് എന്തുകൊണ്ട്? സ്ത്രീകളുടെ മനസ്സ് അത്യന്തം ക്രൂരമാണ്. വനദേവതമാരെ, മനുവംശത്തിൻ്റെ അധിപനായ രാമൻ്റെ പത്നിയെ നിങ്ങൾ കാത്തുകൊള്ളണേ എന്ന് ദേവതമാരെ ഭാരമേൽപ്പിച്ച് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇനി സീതാപഹരണം. മദനബാണമേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട രാവണൻ ജടയും മരവുരിയും ധരിച്ച് താപസനായി ആശ്രമമുറ്റത്ത് വന്നു നിന്നു. താപസവേഷത്തിലെത്തിയ രാവണനെ സീതാദേവി നമസ്കരിച്ച് ഫലമൂലാദികൾ സമർപ്പിച്ചു. തപോനിധേ, ഫലമൂലാദികൾ കഴിച്ച് കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ. അപ്പോഴേക്കും രാമൻ തിരിച്ചു വരും. അങ്ങയ്ക്ക് വേണ്ടതെല്ലാം നൽകും. വിശപ്പും ദാഹവും തീർത്ത് വിശ്രമിച്ചാലും.
സീതയുടെ മുഗ്ധഭാഷണം കേട്ട് രാവണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ആരാണ്? നിന്റെ ഭർത്താവ് ആര്? ക്രൂരരാക്ഷസന്മാരും ദുഷ്ടജന്തുക്കളും ധാരാളമുള്ള കാട്ടിൽ നീ ഒറ്റയ്ക്ക് കഴിയുന്നത് എന്ത്? സഹായത്തിന് ആയുധധാരികൾ ആരുമില്ലല്ലോ. നിന്റെ സത്യാവസ്ഥ എന്നെ അറിയിച്ചാൽ എൻ്റെ പരമാർത്ഥം ഞാൻ നിന്നോടും പറയാം. അത് കേട്ട് ഭൂമിപുത്രി പറഞ്ഞു, അയോധ്യയുടെ അധിപനായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകൻ ശ്രീരാമൻ്റെ ധർമ്മപത്നി ജനകപുത്രി സീതയാണ് ഞാൻ. അനുജൻ ലക്ഷ്മണൻ 14 വർഷത്തെ വനവാസത്തിന് ദണ്ഡകാരണ്യത്തിൽ വന്നതാണ്. അങ്ങാരാണ്? എന്തിനാണിപ്പോൾ വന്നിരിക്കുന്നത്? രാവണൻ: ബാലേ, ഞാൻ പുലസ്ത്യൻ്റെ മകനായ രാവണൻ. 3 ലോകത്തിലും എന്നെ അറിയാത്തവരായി ആരുമില്ല. നീ കാരണം ഞാനിന്ന് കാമപീഡിതനാണ്. നീ എൻ്റെ കൂടെ വരണം. ലങ്ക സ്വർഗത്തേക്കാൾ മനോഹരമാണ്. ഞാൻ നിന്റെ ദാസനായിരിക്കുന്നു. താപസവേഷം ധരിച്ച രാമനെ കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? കാട്ടിൽ അലയാതെ ശരണാഗതനായി എന്നെ സ്വീകരിച്ച് സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും. രാവണവാക്യം കേട്ട് പേടിച്ച് വിവർണയായ സീത പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞാൽ നിന്റെ മരണം തീർച്ചയായും അടുത്തിരിക്കുന്നു. രാമൻ സഹോദരനുമായി ഇപ്പോൾ തിരിച്ചെത്തും. സിംഹിയെ മാനിന് സ്പർശിക്കാൻ കഴിയുമോ? രാമബാണങ്ങൾ കൊണ്ട് മാറുപിളർന്ന് ഭൂമിയിൽ വീഴാൻ ഇത് കാരണമാകും. സീതയുടെ വാക്കുകേട്ട് കോപിച്ച രാവണൻ പർവ്വതാകാരമായ ശരീരവും 10 മുഖങ്ങളും 20 കൈകളുമുള്ള തൻ്റെ രൂപം പ്രദർശിപ്പിച്ചു. സീതാദേവിയും വനദേവതമാരും ഭയപ്പെട്ടു. രാവണൻ സീതയെ തേരിലെടുത്തു വെച്ച് ആകാശത്തിലൂടെ വേഗം പോയി. ഹാ രാമ, ഹാ ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ എന്ന് സീത വിലപിക്കുന്നത് കേട്ട് ജടായു പെട്ടെന്ന് കടന്നു വന്നു. നിൽക്കുക മൂഢാത്മാവേ, യജ്ഞവേദിയിൽ നിന്ന് ശുദ്ധമായ ഹോമദ്രവ്യം പട്ടി തട്ടിയെടുക്കുന്നത് പോലെ എൻ്റെ സ്വാമിയുടെ പത്നിയെയും തട്ടിയെടുത്ത് നീ എവിടേക്ക് പോകുന്നു? വലിയ ചിറകുകളോടുകൂടിയ പർവ്വതത്തെപ്പോലെ ജടായു ക്രോധം പൂണ്ട് രാവണൻ്റെ മുമ്പിൽ ചെന്ന് യുദ്ധം തുടങ്ങി. ജടായുവിൻ്റെ ചിറകടിയുടെ കാറ്റേറ്റ് പർവ്വതങ്ങൾ കുലുങ്ങിത്തുടങ്ങി. സമുദ്രം പ്രക്ഷുബ്ധമായി. കാൽനഖങ്ങളേറ്റ് വില്ലുകൾ മുറിഞ്ഞു. രാവണൻ്റെ 10 മുഖങ്ങളും മുറിഞ്ഞു. മൂർച്ചയേറിയ കൊക്ക് തേർത്തിട്ട് തകർത്തു. കാൽക്ഷണം കൊണ്ട് ജടായു കുതിരകളെ കൊന്നുവീഴ്ത്തി. ശക്തമായ ചിറകടിയിൽ രാക്ഷസനും ഇളകിപ്പോയി. തൻ്റെ യാത്ര മുടങ്ങിയതിലും സൽകീർത്തിക്ക് കോട്ടം തട്ടിയതിലും വിഷമം തോന്നിയ രാവണൻ സീതയെ താഴെ നിർത്തി തൻ്റെ ചന്ദ്രഹാസം ഒന്നിളക്കി ജടായുവിൻ്റെ ചിറക് അരിഞ്ഞു വീഴ്ത്തി. രാവണൻ സീതയെയും കൊണ്ട് മറ്റൊരു തേരിൽ തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടു. തൻ്റെ സംരക്ഷണത്തിന് ആരുമില്ല എന്നോർത്ത് കണ്ണീർ പൊഴിച്ചുകൊണ്ട് സീത പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിക്കുന്നതുവരെ നിന്റെ ജീവൻ പോവുകയില്ല എന്ന് ജടായുവിന് വരം നൽകി ഭൂമണ്ഡലം വിട്ട് മേൽപോട്ട് ഉയർന്നു. രാഘവ, ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? ലക്ഷ്മണ, നിന്നോട് ഞാൻ ക്രൂരമായി സംസാരിച്ചല്ലോ. ഭൂമിദേവിയും എന്നെ കൈവെടിഞ്ഞല്ലോ. രാക്ഷസരാജാവ് കൊന്നു തിന്നുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കണേ. സീതയുടെ വിലാപം കേട്ട് രാമൻ വന്നെത്തിയെങ്കിലോ എന്ന് പേടിച്ച് രാവണൻ മനസ്സിൻ്റെ വേഗത്തിൽ തേര് തെളിച്ചു. അപ്പോൾ താഴേക്ക് നോക്കിയ സീത 5 വാനരന്മാർ ഒരു പർവ്വത ശിഖരത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഉടൻ തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഉത്തരീയത്തിൽ കെട്ടി ശ്രീരാമന് കാണാനുള്ള ഭാഗ്യമുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്കിട്ടു. ഇത് രാവണൻ അറിഞ്ഞതുമില്ല. സമുദ്രം കടന്ന് ലങ്കയിലെത്തിയ രാവണൻ അന്തപുരത്തിൻ്റെ നടുവിലുള്ള അശോകവനികയിൽ ഒരു ഇലവുമരത്തിൻ്റെ ചുവട്ടിൽ സീതയെ താമസിപ്പിച്ചു. സുന്ദരിമാരായ പരിചാരികമാരെ സീതയുടെ പരിചരണം ഏൽപ്പിച്ചു. എന്നിട്ട് സ്വന്തം വാസസ്ഥലത്തേക്ക് പോയി. സീത മുഷിഞ്ഞ വസ്ത്രങ്ങളും പാറിപ്പറന്ന മുടിയുമായി രാമനാമം മാത്രം ഉരുവിട്ടുകൊണ്ട് രാക്ഷസികളുടെ ഇടയിൽ ചൂടും കാറ്റും തണുപ്പും എല്ലാം സഹിച്ച് ആഹാരം കഴിക്കാതെ പാതിവൃത്യത്തോടെ ഇരുന്നു. മനുഷ്യജന്മത്തിൽ മായ കൊണ്ടുണ്ടാകുന്ന സങ്കടങ്ങൾ ആർക്കാണ് ഇല്ലാത്തത്? ഇനി സീതാന്വേഷണം. മായാമൃഗരൂപത്തിലെത്തിയ മാരീചനെ കൊന്നതിനു ശേഷം രാമൻ വേഗം ആശ്രമത്തിലേക്ക് തിരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ലക്ഷ്മണൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടു. ഇനി എന്തു ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ച് ഉറച്ചു. ലക്ഷ്മണൻ സത്യാവസ്ഥ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അവനെ വഞ്ചിക്കുക തന്നെ. രാവണൻ കൊണ്ടുപോയത് മായാസീതയെ. സാക്ഷാൽ ലക്ഷ്മിയെ ആർക്കെങ്കിലും അപഹരിക്കാൻ പറ്റുമോ? സീത അഗ്നിമണ്ഡപത്തിൽ മറിഞ്ഞിരിക്കുന്ന വിവരം ലക്ഷ്മണനും അറിയണ്ട. അതിനാൽ ഞാനും പ്രാകൃതനെപ്പോലെ ദുഃഖം നടിക്കണം. സീതയെ തിരഞ്ഞ് ലങ്കയിലെത്തി രാക്ഷസകുലത്തെ മുച്ചൂടും മുടിച്ചാൽ അഗ്നിമണ്ഡലത്തിലെ സീതയെ അഗ്നിപരീക്ഷ നടത്തി തിരിച്ചെടുത്ത് അയോധ്യയ്ക്ക് പോകാം. ധർമാനുഷ്ഠാനങ്ങൾ വെടിയാതെ രാജ്യം ഭരിച്ച് കുറച്ചു കാലം ഭൂമിയിൽ കഴിയാം. ബ്രഹ്മാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് ഞാൻ സൂര്യവംശത്തിൽ ജനിച്ചത്. മായാമാനുഷനായ എൻ്റെ ചരിതവും മായാവൈഭവങ്ങളും ഭക്തിപുരസ്സരം കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന മനുഷ്യന് തീർച്ചയായും മുക്തി ലഭിക്കും. അതുകൊണ്ട് ലക്ഷ്മണനെ വഞ്ചിച്ച് ഞാൻ സാധാരണ മനുഷ്യനായി ദുഃഖിക്കാം.
ഇപ്രകാരം തീരുമാനിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു. ആശ്രമത്തിൽ സീതയ്ക്ക് ആരാണ് ആശ്രയം? സീതയെ വിട്ട് എന്തിനിങ്ങോട്ട് പോന്നു? സീതയെ രാക്ഷസന്മാർ കൊണ്ടുപോവുകയോ കൊന്നു തിന്നുകയോ ചെയ്യില്ലേ? അവർക്ക് ചെയ്യരുതാത്തതായി ഒന്നുമില്ലല്ലോ. ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് കണ്ണീർ തൂക്കിക്കൊണ്ട് ലക്ഷ്മണൻ സീതയുടെ ക്രൂരമായ വാക്യങ്ങളെക്കുറിച്ച് തൊണ്ടയിടറി പറഞ്ഞു. രാക്ഷസൻ എന്നെ കൊല്ലുന്നു, ആ ലക്ഷ്മണ രക്ഷിച്ചാലും എന്ന വാക്കുകൾ രാമൻ്റേതാണെന്ന് ധരിച്ച സീത എന്നോട് രാമനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ശബ്ദം രാമൻ്റേതാവില്ല, രാക്ഷസമായയാണ്, വിഷമിക്കേണ്ട, കുറച്ച് സമയം കൂടി ക്ഷമിക്കൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞു. അപ്പോൾ സീത എന്നോട് പറഞ്ഞ വാക്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ പറയാൻ കൊള്ളില്ല. ദുഃഖത്തോടെ ചെവിപൊത്തി സീതാ സംരക്ഷണം ദേവതമാരിൽ അർപ്പിച്ചാണ് ഞാൻ അങ്ങയുടെ പാദവന്ദനം നടത്താൻ പോന്നത്. രാമൻ പറഞ്ഞു. നീ പോന്നത് ശരിയായില്ല. ദുഷ്ടവാക്കുകൾ കേട്ട് സംശയിക്കാമോ? സ്ത്രീകളുടെ വാക്കുകൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഭോഷന്മാരാണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ? ക്രൂര രാക്ഷസന്മാർ അവളെ തട്ടിക്കൊണ്ടുപോയോ കൊന്നു തിന്നോ ഒന്നും അറിയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് ആശ്രമത്തിനകത്ത് കയറി നോക്കി. അവിടെ സീതയെ കാണാതെ, ആ മൈഥിലി എന്നെ ഒളിച്ചിരിക്കുകയാണോ? പ്രാണേശ്വരി പുറത്തു വരൂ എന്നിങ്ങനെ വിലപിച്ച് കാട്ടിൽ മുഴുവൻ തേടി നടന്നു. വനദേവതമാരോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും ലതകളോടും പക്ഷികളോടും എല്ലാം സീതയെ കണ്ടോ എന്ന് അന്വേഷിച്ച് കാണാഞ്ഞ് സർവ്വവ്യാപിയും സർവജ്ഞനുമായ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖം പ്രകടിപ്പിച്ചു. മായാമനുഷ്യൻ ഇതൊക്കെ ചെയ്തത് മൂഢന്മാരെ വിശ്വസിപ്പിക്കാനാണ്. തത്വജ്ഞാനികൾക്ക് സുഖദുഃഖ വ്യത്യാസം തോന്നുക ഇല്ലല്ലോ. ഇനി ജടായുഗതി എന്ന ഭാഗം അത് നാളെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.